ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഒന്ന് പറമ്പിക്കുളം വരെ പോയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. പാലക്കാടിൽ തന്നെയുള്ള എന്നാൽ പൊള്ളാച്ചി വഴി മാത്രം പോകാൻ പറ്റുന്ന പാലക്കാടിലെ കേരളത്തിന്റെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്ഥലങ്ങളിൽ ഒന്നായ പറമ്പിക്കുളം ടൈഗർ റിസർവ് കാണാൻ പോയതാ ഞങ്ങൾ. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ എണ്ണാൻ കഴിയാത്തത്ര കുരങ്ങന്മാരുണ്ടായിരുന്നു. എന്റെ കയ്യിലെ സ്നാക്സ് തട്ടിപ്പറിച്ചപ്പോ കുരങ്ങന്റെ നഖം തട്ടി കൈ ഒന്ന് സ്ക്രാച്ചായി. കാര്യമായ മുറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പണി കിട്ടിയെന്ന് മനസ്സിലായത്. എത്ര നിസ്സാര മുറിവാണെങ്കിലും വൈൽഡ് അനിമൽ ആയതുകൊണ്ട് ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു. 1 2 അല്ല, ടോട്ടൽ 9 എണ്ണം. പിന്നെ നിർത്താതെ 15 മിനിറ്റ് കൈകഴുകലായി, 3 ഇഞ്ചക്ഷൻസ് ആയി. മൊത്തത്തിൽ ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ് തന്നെ പവനായി ശവമായി. പിന്നെ ആ സംഭവത്തിന്റെ ക്ഷീണം മാറ്റാൻ കാട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നു. ഞങ്ങൾ കരടിയെ കണ്ടു, പിന്നെ കുറെ മാനുകളും മയിലുകളും കാട്ടുപോത്തുകളും മ്ലാവും അങ്ങനെ 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 അവിടുന്ന് തിരിച്ചു വരുന്നത് വരെ ഭയങ്കര അടിപൊളി കാഴ്ചകളായിരുന്നു ഞങ്ങൾ കണ്ടത്. അതുമാത്രമല്ല, മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിലൊരു യാത്രയുണ്ടായിരുന്നു. ഈ വേനൽക്കാലത്ത് തന്നെ ഈ കാടിന് ഇത്രയധികം ഭംഗിയാണെങ്കിൽ മഴക്കാലത്ത് എത്ര ഭംഗിയുണ്ടാവില്ലേ? അപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് കാണാൻ പോകാൻ താല്പര്യമുള്ളവർ ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് തന്നെ എത്താൻ ശ്രമിക്കുക. അതിനുശേഷം എൻട്രി ഇല്ല. പിന്നെ തമിഴ്നാട് കേരള ബോർഡർ എൻട്രി ഫീസും ഉണ്ടാവുന്നതായിരിക്കും. ഗൂഗിളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പിന്നെ കയ്യിൽ ഭക്ഷണ സാധനം ഒന്നും തന്നെ വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.